സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചന്റെ കൊച്ചൻ സൽമാൻ ഖാൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റീലാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് 2 ടൈപ്പിൽ റീല് വരുന്നുണ്ട്. ആ ഒരു 2 ടൈപ്പ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് അധികം ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് ഫ്രണ്ട്സ്, കസിൻസ് അങ്ങനെ ആയിട്ടാണ് കേട്ടോ അധികം ഞാൻ കണ്ടിട്ടുള്ളത്. ഈ 2 ടൈപ്പിലുള്ള ലിറിക്സിന്റെ ടെംപ്ലേറ്റ് ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ 2 എങ്ങനെയാണ് ഫോട്ടോസ് ആഡ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പം ക്യാപ്കട്ടിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ VPN കണക്ട് ചെയ്തോണം കേട്ടോ. അപ്പോൾ നമ്മൾ ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം തന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ നിങ്ങൾ ആഡ് ആക്കി കൊടുക്കാം. എന്നിട്ട് ആഡഡ് ഓവർലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ തന്നിട്ടുള്ള ഈ ഒരു ഗ്രീൻ സ്ക്രീൻ ടെംപ്ലേറ്റ് ഒന്ന് അതിലോട്ട് ആഡ് ആക്കാം. എന്നിട്ട് സൈഡിലോട്ട് നീക്കാൻ നേരം റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മൂന്നാമത്തെ ഓപ്ഷനായ ക്രോമക്കിയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു സ്ക്രീനിൽ ടച്ച് ചെയ്യുന്ന നേരം ആ ഫോട്ടോ അവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിന്റെ ഷാഡോ ഒന്ന് 100 കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു പിക്ചർ ആ ഒരു വീഡിയോക്ക് അനുസരിച്ച് അതിന്റെ ഡ്യൂറേഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ആ ഒരു ഗ്രീൻ സ്ക്രീനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴോട്ട് സൈഡിലോട്ട് നിൽക്കാൻ എന്നിട്ട് ബീറ്റ്സ് ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓരോ ലൈനിന്റെ അവിടെ ഇതേപോലെ ആഡഡ് ബീറ്റ് കൊടുക്കുമ്പോൾ ഓരോ ഡോട്ടായിട്ട് വരും. അപ്പൊ ഇതേപോലെ ഓരോ ലിറിക്സിന്റെ അവിടെയും ഇതേപോലെ ഡോട്ടായിട്ട് നിങ്ങൾ വെച്ചെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആ ഒരു ഗ്രീൻ സ്ക്രീനിൽ ഒരു യെല്ലോ ഡോട്ട് വന്നിട്ടുണ്ടാവും. ഇനി ആ ഒരു മെയിൻ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീഫം കൊടുക്കുക. എന്നിട്ട് ആ ഒരു യെല്ലോ ഡോട്ടിന്റെ അവിടെ ആ ഒരു ലൈൻ വെച്ചിട്ട് അവിടെ ഒരു കീഫം കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ സൂം ചെയ്ത് കൊടുക്കുക. ആരാണോ ആദ്യം സൂം ചെയ്യേണ്ടത് വെച്ചാൽ ആ ആളെ സൂം ചെയ്യാം. ഇനി അടുത്ത യെല്ലോ ഡോട്ടിന്റെ അവിടെ ഒരു കീഫം ആഡ് ആക്കിയിട്ട് നെക്സ്റ്റ് ആള് സൂം ചെയ്യുക. അപ്പൊ ആ ലിറിക്സിനനുസരിച്ച് നിങ്ങൾ ഫോട്ടോസ് സൂമിങ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഇതേപോലെ ഓരോ ലിറിക്സിന്റെ അവിടെ ഓരോ ഡോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഓരോ ഡോട്ടിന്റെ അവിടെ ഓരോ കീഫം ആഡ് ആക്കിയിട്ട് ഇങ്ങനെ സൂം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇത്ര ഉള്ളൂ കേട്ടോ ഫസ്റ്റത്തെ വീഡിയോ. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഓരോ ലിറിക്സിന്റെ അവിടെയും ഓരോ കീഫ്രെയിം ആഡ് ആക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാൻ നോക്കിയാലോ. ഓക്കെ, ഇനി നമ്മൾ ഈ തന്നിട്ടുള്ള ഈ ഒരു ടെംപ്ലേറ്റ് ഇതിലോട്ടൊന്ന് ആഡ് ആക്കി കൊടുക്കാം. എന്നിട്ട് സൈഡിലോട്ട് നീക്കാൻ നേരം നമ്മൾ ബീറ്റ്സ് ഒന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ലിറിക്സിന്റെ അവിടെയും ഓരോ ബീറ്റ് ആഡ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇനി ആഡഡ് ഓവർലേയിൽ പോയിട്ട് ആദ്യം ഒരാളെ ഫോട്ടോ ആഡ് ആക്കാം. എന്നിട്ട് സൈഡിലോട്ട് നീക്കാൻ നേരം റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുണ്ടാവും കേട്ടോ. അതിൽ നിങ്ങൾ ഓട്ടോ മാനുവൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് കിട്ടും. എന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു സ്ട്രോക്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ബോർഡർ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിന്റെ കളർസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിൽ 4 ഓപ്ഷൻ മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ആ ഒരു പിക്ചർ ഫസ്റ്റത്തെ ആ ഒരു ലിറിക്സ്, ആദ്യത്തെ ലിറിക്സ് എവിടെയാണോ സ്റ്റാർട്ടിങ് ചെയ്ത് എവിടെയാണോ എൻഡ് ചെയ്യണത് അവിടെ വെച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു പിക്ചറിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അനിമേഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഏത് ടൈപ്പിലാണ് നിങ്ങൾക്ക് ആ ഒരു പിക്ചർ മൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ അതിൽ അനിമേഷൻ കൊടുക്കാം. അപ്പോൾ ഇതിൽ ഒത്തിരി എഫക്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സൈഡിൽ നിന്ന് വരുന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഇതിൽ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ആളുടെ പിക്ചർ ആഡ് ആക്കിയിട്ട് ഈ സെയിം മെത്തേഡ് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ലിറിക്സിന്റെ അവിടെയാണ് അടുത്ത ആളെ ആഡ് ആക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ആളെ ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ ആളെയും ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓരോന്നിലും ഓരോ അനിമേഷൻസ് ആഡ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഭയങ്കര സിമ്പിളായി എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് കാണും വരെ ബൈ ബൈ.